രണ്ട് പുതിയ ഫീച്ചറും കൂടി ChatGPT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സംശയം വന്നാൽ അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കയറി ഇപ്പോൾ ChatGPT-ലാണ്. ഭൂരിപക്ഷം ആളുകൾ ഗൂഗിൾ യൂസ് ചെയ്യും. എങ്കിലും ChatGPT ഇപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയി തുടങ്ങി. പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ, അതായത് അവർ ചെയ്യുന്ന ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ അവർ നേരെ ക്വസ്റ്റ്യൻ ചോദിക്കുക ChatGPT-യോട്. കാരണം ChatGPT-യിൽ നിന്ന് നമുക്ക് ശരിയായ ഉത്തരങ്ങൾ കിട്ടും. പക്ഷേ ഇനി മുതൽ ChatGPT-യിൽ വരാൻ പോകുന്ന രണ്ട് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് വഴിയാണ്. അതായത് നമ്മൾ ടെക്സ്റ്റ് രൂപത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ ആൻസേഴ്സ് കിട്ടും. പക്ഷേ ഇപ്പോൾ വന്ന രണ്ട് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി മുതൽ നമുക്ക് വോയിസ് ത്രൂ അതുപോലെ തന്നെ ഇമേജ് ത്രൂ നമുക്ക് ChatGPT വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതായത് 5 വെറൈറ്റി വോയിസിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ മനുഷ്യരൂപത്തിലുള്ള വോയിസ് ജനറേറ്റ് ചെയ്യാനും, അതായത് ഓഡിയോ സൃഷ്ടിക്കാനും ഈ ഒരു പുതിയ ഫീച്ചറിന് സാധിക്കും. ടെക്സ്റ്റ് ടു സ്പീച്ച് മോഡിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ വോയിസിനെ ടെക്സ്റ്റിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും യൂസേഴ്സിന് കിട്ടും. ഇപ്പോൾ നമുക്കറിയാം ChatGPT എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ്. കാരണം നമ്മൾ ഏത് കാര്യത്തിന് പുറകിൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ChatGPT ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ആൻസർ നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അതിപ്പോൾ എന്ത് കാര്യത്തെക്കുറിച്ച്, ഒരു ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് വരെ ചോദിച്ചാൽ വരെ ChatGPT നമുക്ക് തരും. നമുക്ക് ഏത് രൂപത്തിൽ വേണം, ഇനിയിപ്പോൾ നമുക്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് ചെറുതാക്കണം എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അത് വലുതാക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. അതാണ് ChatGPT. പിന്നെ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ വോയിസ് രൂപത്തിൽ മാത്രമല്ല, ഇമേജ് ത്രൂ നമുക്കിപ്പോൾ ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജോ കൊടുത്തു. ഇപ്പോൾ ഞാൻ സപ്പോസ് ഒരു സ്ഥലത്തിൻ്റെ ഇമേജ് ഞാൻ കൊടുത്ത്, ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു യാത്ര പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സ്ഥലം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ChatGPT-ക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പ്രത്യേകമായ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ കംപ്ലീറ്റ് നമുക്ക് ChatGPT തരും. അതായത് ജസ്റ്റ് ഒരു ഇമേജ് ത്രൂ നമുക്ക് ആ സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇനി മുതൽ നമുക്ക് ChatGPT തരും. അതായത് ഇപ്പോൾ പൊതുവേ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ സെർച്ച് ചെയ്ത് അതിൻ്റെ സ്പെഷ്യാലിറ്റിക്ക് ചോദിക്കും. പക്ഷേ ഇനി മുതൽ ജസ്റ്റ് ആ പിക്ക് ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.